ഒടുവിൽ നാസ ആ പിഴവ് തുറന്നു പറഞ്ഞിരിക്കുന്നു. സുനിത വില്യംസിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികകാലം തുടരേണ്ടി വന്നതിൽ എഞ്ചിനീയറിംഗിലും നേതൃത്വത്തിലും വീഴ്ച സംഭവിച്ചെന്നാണ് നാസയുടെ വിലയിരുത്തൽ. 311 പേജുള്ള റിപ്പോർട്ടിൽ സ്റ്റാർലൈനർ സംഭവത്തെ ടൈപ്പ് എ അപകട വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. കൽപ്പന ചൗള ഉൾപ്പെടെ 7 ബഹിരാകാശ യാത്രികർ കൊല്ലപ്പെട്ട 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തത്തിന്റെ ശ്രേണിയിലേക്കാണ് സ്റ്റാർലൈൻ ദൗത്യത്തെയും നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കൊളംബിയയ്ക്ക് സംഭവിച്ചത്? കൽപ്പനയും സുനിതയും നേരിട്ടത് ഒരേ സാഹചര്യമാണ്. ഇന്ത്യൻ വംശജയായ ആദ്യ ബഹിരാകാശ സഞ്ചാരി. ആൺകുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ നൽകിയിരുന്ന കോഴ്സിൽ ചേർന്ന് എയറോനോട്ടിക്കൽ കൊളംബിയയുടെ താപകവചത്തിന് സംഭവിച്ച തകരാറാണ് അപകടത്തിന് കാരണമായതെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. പേടകത്തിന്റെ ഇടത് ചിറകിന് തീപിടിക്കുകയും അത് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയുമായിരുന്നു. ഒരു തീഗോളമായി മാറിയ പേടകം അതിഭയാനക ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. എല്ലാം നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ടെക്സസിന്റെ പലയിടങ്ങളിലായാണ് പതിച്ചത്. 3 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ നാസ കൊളംബിയയുടെ പരമാവധി അവശിഷ്ടങ്ങൾ പലയിടത്തു നിന്നായി കണ്ടെത്തി. കെന്നഡി സ്പേസ് സെന്ററിൽ അവ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട്. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലായിരുന്നു കൽപ്പനയുടെ ജനനം. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ബിരുദാനന്തര ബിരുദത്തിനായാണ് കൽപ്പന യുഎസിലെത്തിയത്. തുടർ പഠനത്തിനൊടുവിൽ PhDയും പൂർത്തിയാക്കി. 1988 കൽപ്പന നാസയിൽ ചേരുന്നത്. US പൗരത്വവും ലഭിച്ചു. 1997 ആദ്യ ബഹിരാകാശ യാത്ര. കൊളംബിയ സ്പേസ് ഷട്ടിലിൽ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൽപ്പന. ആദ്യ യാത്രയിലെ മികവാണ് അടുത്ത അവസരം തുറന്നത്. പക്ഷേ അത് അവസാന യാത്രയായി മാറി. സുനിത വില്യംസിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾക്ക് ചെറിയ മാറ്റമുണ്ട്. 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലാണ് സുനിതയും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. 10 ദിവസത്തിനുള്ളിൽ ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ച തിരിച്ചടിയായി. ഇതോടെ ഇരുവരെയും കൂടാതെ സ്റ്റാർലൈനർ ഭൂമിയിലേക്ക് മടങ്ങി. സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ തുടർന്നു. ഇലോൺ മസ്കിന്റെ SpaceX Crew 9 പേടകത്തിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ പദ്ധതി ഒരുക്കി. എന്നാൽ ഫെബ്രുവരിയിൽ മടങ്ങേണ്ടിയിരുന്ന Crew 9 പേടകത്തിന്റെ ദൗത്യം നീട്ടിയതോടെ സുനിതയുടെയും ബിച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവും നിന്നു. പിന്നീട് 9 മാസത്തിന് ശേഷമാണ് ഇരുവർക്കും മടങ്ങി വരാനായത്. കൽപ്പനയും സുനിതയും അഭിമുഖീകരിച്ചത് ഒരേ സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൊളംബിയയുടെ ലോഞ്ച് സമയത്ത് ബാഹ്യഇന്ധന ടാങ്കിൽ നിന്ന് തെറിച്ചു വീണ ഫോം പേടകത്തിന്റെ ചിറകിലിടിച്ച് കേടുപാടുകൾ ഉണ്ടായിരുന്നു. കേപ്പ് കാനവറിൽ നിന്ന് വിക്ഷേപിച്ച് 82 സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ഇത്. മടക്കയാത്രയിൽ ഉയർന്ന താപനിലയുള്ള റീ എൻട്രി ഘട്ടത്തിൽ ചിറകിലെ പൊട്ടലിലൂടെ ചൂടേറിയ അന്തരീക്ഷവാതകങ്ങൾ ഉള്ളിലേക്കെത്തി. ഇതോടെ ആദ്യം സെൻസറുകൾ പ്രവർത്തനരഹിതമായി. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട പേടകം ഭൂമിയിലെത്തും മുൻപേ പൊട്ടിത്തെറിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വിട്ടുവീഴ്ചയും എഞ്ചിനീയറിംഗിലെ ആശങ്കകളും അതേ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച സംഘം വിലയിരുത്തിയത്. കൊളംബിയ ദുരന്തം അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് തന്നെ വലിയൊരു പാഠപുസ്തകമായി. സ്റ്റാർലൈനിന്റെ കാര്യത്തിൽ ഇത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു. ഹീലിയം ചോർച്ചയും ചില ത്രസ്റ്ററുകളുടെ പ്രവർത്തന തകരാറുകളും കാരണം പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സംവിധാനം പൂർണ്ണ വിശ്വാസ്യതയോടെ ഉപയോഗിക്കാനാകില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ സുരക്ഷാ മുൻകരുതലെന്നോണം സ്റ്റാർലൈനർ ഭൂമിയിലേക്ക് തിരിച്ചയക്കാനും സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ തുടരാനും തീരുമാനിച്ചു. ഇക്കാലത്തിനിടെ ഇരുവരും ശാസ്ത്രീയ പരീക്ഷണങ്ങളും ബഹിരാകാശ നടത്തവും തുടർന്നു. കാത്തിരിപ്പിനൊടുവിൽ 2025 മാർച്ച് 18 ഇരുവരും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശം മനുഷ്യന്റെ പരീക്ഷണ ഇടമാണ്. അവിടെ സംഭവിക്കുന്ന പിഴവുകളും ദുരന്തങ്ങളുമൊക്കെ പിന്നാലെ എത്തുന്നവർക്ക് പുതിയ പാഠങ്ങളാണ്. കൊളംബിയ ദുരന്തം അമേരിക്കൻ ബഹിരാകാശ പദ്ധതികൾക്ക് വലിയ പാഠമായി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കി. ചെറിയ സാങ്കേതിക പിഴവാണ് കൽപ്പന ചൗള ഉൾപ്പെടെ 7 പേരുടെ മരണത്തിന് കാരണമായത്. അതേസമയം സാങ്കേതിക പ്രശ്നങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിഞ്ഞാൽ ദുരന്തം ഒഴിവാക്കാനാകുമെന്നാണ് സ്റ്റാർലൈനർ കാണിച്ചു തന്നത്. കുറച്ചുകാലം വൈകിയെങ്കിലും സുനിതയും വിൽമോറും സുരക്ഷിതമായി ഭൂമിയിലെത്തിയതും അങ്ങനെയാണ്.